ഹായ് ഗൈസ്, നമസ്കാരം. പൊതുവെ എൻ്റെ ഏതൊരു വീഡിയോൻ്റെ ആരംഭത്തിലും എന്തെങ്കിലും ഒരു ചെറിയ കട്ട് പീസ് വെച്ചിട്ടായിരിക്കുമല്ലേ തുടങ്ങുക. ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ അങ്ങനെ ഒരു കട്ട് പീസിലോട്ടൊന്നും പോയില്ല. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യം ഞാനിങ്ങനെ ആലോചിച്ചു ഈ പെർട്ടിക്കുലർ വീഡിയോ ചെയ്യണോ എന്നുള്ളത്. ഈ ഒരു ന്യൂസ് വൈറലായ ഒരു ടൈം തൊട്ട് തന്നെ ഞാൻ ഈ പെർട്ടിക്കുലർ ന്യൂസ് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഇതൊരു മൈനർ കേസാണ്, ഇതൊരു പോക്സോ കേസാണ്, സെക്കൻഡ് തിങ് ഇതൊരു ആഡ്സ്യൂട്ടബിലിറ്റി കേസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നീ നോക്കിയും കണ്ടും ചെയ്യുക എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഈ ബിഗ് ബോസും അല്ലാത്ത ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാലങ്ങ് വിട്ടുപോയി. ചെയ്യണമെന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, വിട്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്ന് രാവിലെ ആക്സിഡൻ്റലി ഇന്നലെയോ മെഞ്ഞാന്നോ സീക്രട്ട് ഏജൻറ്റ് ആളുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ പോയിട്ട് ഡേറ്റിംഗ് ആപ്സ് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്ന ഒരു സാധനം അടിച്ചു കൊടുത്തു. എൻ്റെ മോനെ അതിൽ വന്ന ആപ്സുകൾ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അരികെ, ഫ്രണ്ട്, ക്യുക്കാറ്റ് ഡേറ്റിംഗ് ആപ്പ്, ടിൻഡർ, ബംബിൾ, ഹാപ്പൻ, ഹിഞ്ച് ഡേറ്റിംഗ് ആപ്പ്, ബഡു ഡേറ്റിംഗ് ആപ്പ്, സ്കൂമോസ് ഡേറ്റിംഗ് ആപ്പ്, ലവ്ലി മീറ്റ് ആൻഡ് ഡേറ്റ് ലോക്കൽ, ബംബി, ബൂ ഡേറ്റിംഗ് ആപ്പ്, ജാമോ ഡേറ്റിംഗ് ആപ്പ്, കപ്പിൾ ജോയി, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങോട്ടാ ഇതിൻ്റെയൊക്കെ ഒരു പോക്ക്. ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയമാണ്. മെയിനായിട്ട് ഈ ഫ്രണ്ട് ആപ്പും ഈ അരികെയും അതിങ്ങനെ 24 മണിക്കൂർ അതിൻ്റെ ഈ ആഡ് പോകുന്നുണ്ട്. ഇതൊക്കെ എന്തുവാ സാധനം എന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പെർട്ടിക്കുലർ കേസ് ഇന്ന് രാവിലെ എണീച്ചപ്പം ഫുൾ ടൈം ഇരുന്ന് ആ ന്യൂസ് ഇങ്ങനെ കണ്ടത്. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ളിരുന്ന് കണ്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. മേ ബി എനിക്ക് ബാക്കിയുള്ള ടോപ്പിക്കിൽ കിട്ടുന്ന റീച്ച് പോലും ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിന് കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ കാണുന്ന രണ്ടാളാണെങ്കിലും ഒരാളാണെങ്കിലും അവരിലോട്ട് ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം ഇത്രത്തോളം ഈ ഒരു പോയിന്റിൽ വൈറലാവാൻ എന്താണ് കാരണം എന്നുള്ളത്. മേ ബി എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് ഈ ടോപ്പിക്കിനെ പറ്റി അറിയാം. അറിയാത്തവർക്ക് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ സൈഡ് കൊടുക്കാം. ഡേറ്റിംഗ് ആപ്പ് വഴി വിളിച്ചു വരുത്തി പണം തട്ടിയെടുത്ത് യുവാക്കൾ. നിന്റെ വീഡിയോ പുറത്തുവിടും, 15കാരിക്ക് ഭീഷണി. ജനനതീയതി തിരുത്തി ഡേറ്റിംഗ് ആപ്പിൽ 16കാരൻ നേരിട്ടത് ക്രൂരപീഡനം. പോലീസ് പിടിയിലായത് 3 പേർ. 16കാരനെ പീഡനം പരിചയപ്പെട്ടത് ഡേറ്റിംഗ് ആപ്പ് വഴി, 10 പേർ അറസ്റ്റിൽ. ഗേ സെക്സ് ഡേറ്റിംഗ് ആപ്പ് കാസർഗോഡ് ആൺകുട്ടിയെ പീഡിപ്പിച്ചത് 14 പേർ. ഇങ്ങനെ കുറേ സ്ക്രീൻഷോട്ടുകൾ, ന്യൂസുകൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മളുടെ ഡേറ്റിംഗ് ആപ്പിൻ്റെ ഒരു പുറത്തോട്ടുള്ള ഒരു പ്രസരം. കാരണം ഇത്രത്തോളം ഡേറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിലും ഒരാൾ മേ ബി ഇത് കണ്ടുപിടിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാനോ നിന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഞാൻ തന്നെ എൻ്റെ ആപ്പ് സ്റ്റോറിൽ കയറി ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അടിച്ചു നോക്കിയെങ്കിൽ മെയിനായിട്ട് ഇതൊക്കെ കാരണം തന്നെയാണ്. അപ്പോൾ കേസിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കാസർഗോഡ് ചന്തേരി ഭാഗത്ത് ഒരു 16 വയസ്സുകാരൻ ഒരു ഡേറ്റിംഗ് ആപ്പ് ലോഗിൻ ചെയ്യാണ്. ഡേറ്റിംഗ് ആപ്പിൻ്റെ പേര് ഗ്രിൻഡർ, GRINDR. ഐ ഡോണ്ട് നോ ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന്. ഇതൊരു ഗേ ഡേറ്റിംഗ് ആപ്പാണ്. ഇപ്പോൾ ആപ്പ് ലോഗിൻ ചെയ്ത് പല വ്യക്തികളുമായി ചാറ്റ് ചെയ്തു. അതിലൊരു 16 പേര് ഈ പർട്ടിക്കുലർ കുട്ടീനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ചൂഷണം ചെയ്യുകയാണ്. 13 പേരെ ഇപ്പോൾ കറൻ്റ്ലി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലോട്ട് എങ്ങനെയാണ് ഈ 16 പേരിലോട്ടൊക്കെ എങ്ങനെ എത്തുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയാന്ന് തോന്നുന്നു പുറത്തുപോയി തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയം വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരുത്തൻ ഇറങ്ങിപ്പോകുന്ന കണ്ടു. ഓട്ടോമാറ്റിക്കലി അമ്മ കുട്ടീനെ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി എല്ലാ സത്യാവസ്ഥയും പറയുന്നത്. അങ്ങനെ ഒരു 16 പേരുടെ ലിസ്റ്റ് നമ്മുടെ ചൈൽഡ് ലൈനിന് കിട്ടിയിരിക്കുകയാണ്. 13 ചേട്ടന്മാരെ പിടിച്ചിട്ടുണ്ട്. ഈ 13 പേരിൽ തന്നെ ഒരു AEO ഉണ്ട്. AEO പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആൾക്കാർ, മുസ്ലിം ലീഗിലെ ആൾക്കാർ, ഇങ്ങനെ സാമൂഹികമായി വലിയ നിലയിൽ നിൽക്കുന്ന ഉന്നതന്മാരുണ്ട് ഈ ഒരു ഡേറ്റിംഗ് ആപ്പിലും ഈ ഒരു ലിസ്റ്റിൽ. 16കാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ
ചന്ദേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ 8 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ പോയി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുട്ടിയാണ് ഈ 16-കാരൻ. കേസിൽ അറസ്റ്റിലായതോടെ ബേക്കൽ AEOയ്ക്ക് സസ്പെൻഷൻ. AEOയായ VK സൈനുദ്ദീനെതിരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടാണ് ഇയാൾ പീഡിപ്പിച്ചത്. സംഭവത്തിൽ 14 പേർക്കെതിരെ പോക്സോ കേസെടുത്തിട്ടുണ്ട്. കേസിൽ യൂത്ത് ലീഗ് നേതാവും പ്രതിയാണ്. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്ന സ്വദേശി 52-കാരനായ VK സൈനുദ്ദീൻ, പടന്നക്കാട്ടെ 64-കാരനായ റംസാൻ, റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരനായ പിലിക്കോട് ഏരവിലെ 48-കാരനായ ചിത്രരാജ്, വൾവക്കാട്ടെ 55-കാരനായ കുഞ്ഞഹമ്മദ്, ചന്ദേരയിലെ അഫ്സൽ 23 വയസ്സാണ്, തൃക്കരിപ്പൂർ പൂച്ചോലിലെ 60-കാരൻ നാരായണൻ, തൃക്കരിപ്പൂർ വടക്കേ കൊവ്വലിലെ 30-കാരനായ റയീസ്, സുകേഷ് വെള്ളച്ചാൽ 30 വയസ്സാണ്, ചീമേനിയിലെ 36-കാരനായ ഷിജിത്ത് എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ട് സ്വദേശിയായ 46-കാരൻ സിറാജുദ്ദീനാണ് പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. 8 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കുട്ടിയെ വീട്ടിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയും പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ യുവാവ് വിദ്യാർത്ഥിയുടെ മാതാവിനെ കണ്ട് ഇറങ്ങി ഓടിയതോടെയാണ് സംഭവം പുറത്താകുന്നത്. ഈ വിദ്യാർത്ഥിയുടെ അമ്മ ചന്ദേര പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥി ചൈൽഡ് ലൈനിൽ ഹാജരാക്കി. ആദ്യം തന്നെ ഈ വ്യക്തികളുടെ പേര് മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിയണം. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരാളാണെങ്കിൽ ഓർത്ത് വെച്ചോ. ചിലപ്പോൾ ഇന്നോ നാളെയോ ഈ കേസിന് ഡിസ്കഷൻ കഴിയാം, ചിലപ്പോൾ ഇതിന് തീരുമാനമാവാം, ചിലപ്പോൾ പുറത്ത് വരാം, എന്തും സംഭവിക്കാം. പക്ഷേ ഇവരുടെ സ്വഭാവം ഇതാണ്, ഈ കൈൻഡ് ഓഫ് ആൾക്കാരാണ്. സോ ഇനി ഇവരുമായിട്ട് ഇടപെടുമ്പം നിങ്ങളെങ്കിലും ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെർട്ടിക്കുലർ ആൾക്കാരുടെ പേര് മുഴുവൻ ഇട്ടത്. കാരണം ഇമാതിരി വൃത്തികെട്ട പരിപാടികൾ ചെയ്യുമ്പം സമൂഹത്തിൽ നാണം കെടേണ്ട ലെവലിൽ തന്നെ നിങ്ങൾ നാണം കെടണം. ഇനി അടുത്ത ഈ ന്യൂസിൽ എന്നെ ഞെട്ടിയൊരു സാധനമാണ്. 2023 മുതൽ 2025 വരെ ഇത്രയും 13 വ്യക്തികൾ, 16 വ്യക്തികൾ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കുട്ടീനോട് ഈ രീതിയിൽ പെരുമാറി എന്നൊരു സാധനം. അപ്പം ഇപ്പം 2025 കുട്ടിക്ക് 16 വയസ്സാണെങ്കിൽ 2023 കുട്ടിക്ക് ഒരു 14 വയസ്സായിരിക്കും. ഈ 14 വയസ്സുകാരനെ ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു? എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. ഈ അച്ഛനും അമ്മയും എന്ത് കണ്ടിട്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ വിടുന്നത്? കോഴിക്കോട് കൊണ്ടുപോയി, അങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ കാസർഗോഡ് ഇവൻ കോഴിക്കോട് വരെ പോകുമ്പോഴുള്ള ദൂരം എനിക്ക് പേഴ്സണലി അറിയാം. ഇപ്പോൾ ഒരു 14 വയസ്സുകാരനെ ആരെ കൂടെ നിങ്ങൾ വിട്ടു? അവൻ എന്ത് പറഞ്ഞിട്ട് വിട്ടു? അവൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അന്വേഷിച്ചോ? ചിലപ്പോൾ എനിക്ക് അറിയില്ല എന്ത് പറഞ്ഞിട്ട് ഈ കുട്ടി പോയാൽ. ചിലപ്പോൾ മെയിനായിട്ട് പറയുക വല്ല എക്സാമോ ക്യാമ്പോ അല്ലെങ്കിൽ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ പിള്ളേർ പോവും. അപ്പം നിങ്ങൾ അവിടെ ശരിക്കും അങ്ങനെ ഒരു എക്സാം ഉണ്ടോ, ഒരു ക്യാമ്പ് ഉണ്ടോ, ഒരു ഫുട്ബോൾ ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു മോനെ നിങ്ങൾ എങ്ങനെ ഈ ഒറ്റയ്ക്ക് വിട്ടത്? ആണുങ്ങളാണെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് പോവാം, പെണ്ണുങ്ങളാണെങ്കിൽ കൂടെ അമ്മയും അച്ഛനും പോകണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇന്ന് ഒരുപോലെ കളിക്കുന്നുണ്ട്, അലമ്പത്തരം കാണിക്കുന്നുണ്ട്. രണ്ടിൻ്റെ കൂടെയും പാരൻസ് പോവുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് മനസ്സിലാവട്ടെ. 2 കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ പാരൻസൊക്കെ എങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്? സീരിയസ്ലി എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുക. ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോ എടുത്തത് ഈ കുട്ടീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ 16 ആളെ പറ്റിയോ പറയാനല്ല. കാരണം അവരെ പറ്റി 16 ആളെ പറ്റി എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ ചിലപ്പോൾ യൂട്യൂബ് തന്നെ ബാൻ ചെയ്തോളും. കുട്ടീനെ പറ്റിയോ എനിക്കൊന്നും പറയാനില്ല, അവിടെ കിടക്കട്ടെ. എനിക്ക് പാരൻസിനെ പറ്റിയാണ് ചോദിക്കേണ്ടത്. 2 കൊല്ലമായി നിങ്ങളുടെ മകനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? എന്തുകൊണ്ട് നിങ്ങൾ നോക്കിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ പണി? ഇനി രണ്ടാമത്തെ ഒരു സാധനം, ഈ പർട്ടിക്കുലർ സാധനം അല്ലെങ്കിൽ ഈ ആപ്പ് ഈ കുട്ടി ലോഗിൻ ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോണിലായിരിക്കും. നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ലേ? നിങ്ങളതിങ്ങനെ വെറും വാട്സപ്പും അല്ലെങ്കിൽ കോളും യൂട്യൂബും മാത്രമാണോ നോക്കുന്നത്? പുതിയതായ ഒരു ആപ്പ് ഫോണിൽ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയില്ലേ? സെക്കൻഡ് തിങ്, ഇനി നിങ്ങൾ പറയുകയാണ് അവൻ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ കുറേ നേരം കണ്ടിന്യൂസ് ആയി ആ കുട്ടി ഫോൺ ഉപയോഗിക്കുന്ന സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചില്ലേ?
തേർഡ് തിങ് നിങ്ങൾ പറയുക ഞങ്ങളുടെ കയ്യിലുള്ള ഫോണിലല്ല അവൻ യൂസ് ചെയ്തത്, അവൻ സ്വന്തമായുള്ള ഫോണിലാണെങ്കിൽ 14 വയസ്സുകാരൻ എന്തിന് നിങ്ങൾ ഫോൺ വാങ്ങിക്കൊടുത്തു? എന്തിന് വാങ്ങിക്കൊടുത്തു? അവന് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചാൽ പോരെ? ഇനി അല്ല, അവൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഫോൺ വാങ്ങിയതാണെങ്കിലും ഒരു ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ നോക്കണ്ടേ? ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടി ഫോണിൽ എന്തൊക്കെ ചെയ്യും, ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്യും എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. പിന്നെ എന്തുവാ നിങ്ങളുടെ പണി? എന്തുവാ നിങ്ങളുടെ പണി? അതാ ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫ്രീഡം കൂടുതലാണ്. 14 വയസ്സുകാരന് വരെ ഫോണും ഡേറ്റിംഗ് ആപ്പും. ഇതൊക്കെ എന്ത് ആപ്പാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നുണ പറയില്ല, അതാ നോക്കിയോ, ഗ്രിൻഡർന്ന് ഞാൻ എഴുതി വെച്ചേക്കുക. കാരണം എനിക്കറിയില്ല ഞാനിത് എന്താ പ്രൊനൗൺസ് ചെയ്യുക, എന്താ പറയുകയെന്ന്. 26 വയസ്സ് ഇത് അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് ഒരാൾ 16 വയസ്സുകാരൻ ഇതിൽ കളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ കുട്ടികളുടെ കളി. എന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഒന്നും ശ്രദ്ധിക്കാനോ നോക്കാനോ തോന്നുന്നില്ലേ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ആ കുട്ടിയുടെ ഫോൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ 2 കൊല്ലത്തോളം ഇവരുമായിട്ട് കോണ്ടാക്റ്റ് കൺസിസ്റ്റൻ്റ് ആയി വെക്കുകയും പല സ്ഥലങ്ങളിൽ ഈ കുട്ടി പോകണമെങ്കിൽ ഈ കുട്ടിക്ക് കുട്ടിയുടെ ഒരു ഫോണ് മസ്റ്റായിട്ടും വേണം. അപ്പം ആലോചിക്കുക, എൻ്റെ പൊന്നു മാതാപിതാക്കളെ, ഈ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലെ ഫോൺ വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ മാറ്റും. നിങ്ങൾ ഫോണിൻ്റെ കളി കുറച്ചാലും കുഴപ്പമില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം നടക്കും. ഇനി അതിൻ്റെ പേരിൽ വാശിയും ദേഷ്യവും പിടിക്കുകയാണെങ്കിൽ ഒരു പാടുമില്ല, നേരെ മുറ്റത്തിറങ്ങി ഒരു വടി എടുത്തിട്ട് കൊടുക്കേണ്ട ഒരു അടിയിട്ട് കൊടുക്കുക, എന്നാലും കുഴപ്പമില്ല. കാരണം കുറേ കുട്ടികളുടെ വാശീൻ്റെയും ദേഷ്യത്തിൻ്റെയും പുറത്ത് പലതും നേടിക്കൊടുക്കുന്ന അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ആൻഡ് സെക്കൻഡ് തിങ്, ഈ ആപ്പ് ലോഗിൻ ചെയ്യുന്ന സമയം എല്ലാവരും പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റൂ. മിക്ക ആപ്പുകളും ആണ് ഡേറ്റിംഗ് ആപ്പുകാരുടെ ഒരു എക്സ്പ്ലനേഷനാണ്. അതൊന്നുമില്ല മക്കളെ. നമുക്ക് വർഷം മേക്കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 16 വയസ്സുകാരനും എന്ത് ചെയ്യാൻ പറ്റും? 25 വയസ്സ് ഇട്ടിട്ട് ഒരു ഡേറ്റിംഗ് ആപ്പ് സുഖമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ എവിടെയാണ് ഈ ആപ്പിൻ്റെയൊക്കെ ഒരു സെക്യൂരിറ്റി? എവിടെയാണ് ഈ ആപ്പ് പറയുന്ന പോളിസീസ് വർക്കൗട്ട് ചെയ്യുന്നത്? ഈ ടൈപ്പ് ഓഫ് ആപ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യണം. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് വരുന്നതെന്നാണ് ഞാൻ ഈ ലോകത്ത് ആലോചിക്കുന്നത്. വന്നു ജെമിനി, ഈ അടുത്ത് ട്രെൻഡിങ്, ഞാനും ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ജെമിനി. ഞാൻ ഈ ജെമിനി ചെയ്ത് കഴിഞ്ഞപാട് ഞാൻ ആലോചിച്ചതാണ് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ജെമിനി യൂസ് ചെയ്തിട്ട്. ഇനി അങ്ങോട്ടുള്ള ലോകത്ത് മനുഷ്യന്മാരെങ്ങനെയാണ് ജീവിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതോ ഒരു ചെക്കനും ഏതോ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും ഒരുമിച്ചിട്ടിട്ട് അവർ പബ്ബിലിരിക്കുന്ന പോലെ ഒരു ഫോട്ടോ ഉണ്ടാക്കാനോ അല്ല അവർ ബീച്ചിലിരിക്കുന്ന പോലെ ഒരു ഫോട്ടോ ഉണ്ടാക്കാനോ ജെമിനിക്ക് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സാധനം കൊണ്ടുവന്ന്. അതാ ഞാൻ ആലോചിക്കുന്നത്, ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇമാതിരി ഡെവലപ്മെൻറ്റ് വന്ന ഈ കാലത്ത് നിങ്ങളുടെ മക്കളെ ഇങ്ങനത്തെ കുഴികളിൽ വീഴാണ്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ 2 ഫുള്ള് നോട്ടം അവരുടെ മുന്നിലല്ലെങ്കിൽ ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു മാറ്റവും എന്ന് വെച്ചാൽ ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും 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 പറയാം. ഈ പല ന്യൂസുകളും കേൾക്കുന്ന സമയത്ത് അത്ഭുതമാണ്. അത്ഭുതം എന്ന് വെച്ചാൽ അത്ഭുതം. 16 വയസ്സുകാരൻ്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വരുന്നൊരു ചോദ്യമാണ്, അല്ലെ മേ ബി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ അടുത്തൊരു ഒപ്പീനിയൻ വരുന്നതാണ്, ഈ ഡേറ്റിംഗ് ആപ്പ് ഗുഡ് ഓർ ബാഡ്? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയച്ച ബാഡ്. അതിന് ഇനിയിപ്പോൾ എന്നെ തള്ളവൈബെന്നും അല്ലെങ്കിൽ ഇനി ഗാന്ധിൻ്റെ കാലത്ത് നിൽക്കുന്ന ആളെന്നും ബസ് കയറി വന്നില്ല എന്ന് പറയുകയാണെങ്കിലും ഞാൻ സ്വീകരിച്ചേ, ഞാൻ സമ്മതിച്ചേ. എനിക്കതൊരു ഗുഡ് തിങ് ആയി തോന്നുന്നില്ല. കാരണം ഒന്നാമത് ഇത് ആപ്പാണ്. അവിടെ എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണുള്ളത്, ആരാണുള്ളത്, അവൻ്റെ മുഖം എന്താണ്, അവൻ്റെ അമ്മായിയുടെ മുഖം എന്താണ്, അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ്റെ പെരുമാറ്റം എന്താ നമുക്കറിയില്ല. 2 ഫോണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചാറ്റ് ചെയ്യുന്നത് വെച്ചാണ് പലരും ഗസ് ചെയ്യുന്നത്. അവൻ്റെ വോയിസ് വെച്ചിട്ടാണ് പലരും ഗസ് ചെയ്യുന്നത്. ഇട്ട ഡീപ്പ് ജെനുവിനാണോ എന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എന്തിൻ്റെ ആവശ്യമാണ് ഈ ഡേറ്റിംഗ് ആപ്പ് കൊണ്ട്? നമുക്കൊരു പ്രായമാവുന്ന സമയം ഡെഫിനറ്റ്ലി നമ്മളുടെ ലൈഫിലോട്ടൊരു പാർട്ട്ണർ വരും, അപ്പോൾ ഡേറ്റ് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. അവിടെ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ വ്യക്തിനെ അറിയാം, കാണുന്നുണ്ട്. അറിഞ്ഞിട്ട് കണ്ടിട്ട് വരെ വലിയ പ്രശ്നങ്ങളിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അറിഞ്ഞിട്ട് കാണാത്ത ആൾക്കാരുമായിട്ട് ഫോണിൽ കൂടെ ആപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആൻഡ് തേർഡ് തിങ്, മക്കളെ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ പാരൻസിൻ്റെ അടുത്ത് പറയാത്തത്? ഈ 3 കൊല്ലമായി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ മോനെ എന്തുകൊണ്ട് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞില്ല? അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്ന പിള്ളേരോട് ഞങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്? എന്ത് പേടിച്ചിട്ടാണ് നിങ്ങൾ പറയാത്തത്? ഒരു നാൾ ഇതെല്ലാം പുറത്തു വരും. ഫസ്റ്റ് ഡേ ഇവരിങ്ങനെ ചെയ്യുന്ന സമയം ഫസ്റ്റ് ഡേ ആ മൊമെൻറ്റിൽ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നമുക്ക് നിർത്താൻ പറ്റുമായിരുന്നു, ഈ സ്വഭാവം നിർത്താൻ പറ്റുമായിരുന്നു. കുറേ നല്ല മുഖങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ നീചമായ മുഖങ്ങൾ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പേടിച്ച് ഒളിച്ച് മാറി നിൽക്കാണ്ട് പുറത്തോട്ട് വരണം, പുറത്തു വന്ന് പറയണം. ഇനി അതിൽ എന്ത് നേരിട്ടാലും
ചീത്ത കേൾക്കാണ്ടൊന്നും നിൽക്കില്ല. ചീത്ത കേൾക്കും അറിഞ്ഞുകൊണ്ടാണല്ലോ ഫോണിൽ ഇത് ലോഗിൻ ചെയ്യുന്നതും ചാറ്റും ചെയ്യുന്നത്. ചീത്ത കേൾക്കും, അടി കിട്ടും, എല്ലാം കിട്ടും. എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ലേ? അല്ല, എനിക്ക് ചീത്ത കേൾക്കാൻ പാടില്ല എന്നൊരാഗ്രഹമാണ്, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ട. ക്ലാസ് പോവുക, പഠിക്കുക, വീട്ടിൽ വരിക, നമ്മളതായ രീതിയിലുള്ള എൻജോയ്മെൻറ്റുകളും TV, കറക്കം എന്നുള്ള കാര്യങ്ങളുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക. നിങ്ങളെ ജനറേഷൻ ശരിക്കും ലക്കിയാണ്. ഞാനൊക്കെ ChatGPT എന്ന് പറയുന്ന ഒരു ആപ്പ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വര, ഞാൻ പഠിച്ച സമയത്ത് ഇതൊന്നും ഇല്ലല്ലോ. നമുക്കൊരു അസൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്ത് റെഫർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഗൂഗിളിൽ ഇരുന്ന് നോക്കും. ഗൂഗിളിൽ നോക്കിയാലും കറക്റ്റ് ഒന്നും കിട്ടൂല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇംഗ്ലീഷൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലരും പല അസൈൻമെൻറ്റും എഴുതിയത്. ഇന്ന് അസൈൻമെൻറ്റിൻ്റെ ടോപ്പിക് അങ്ങ് എഴുതി കൊടുത്താൽ മതി. പാരഗ്രാഫാണെങ്കിൽ പാരഗ്രാഫ്, പോയിൻ്റ് ആണെങ്കിൽ പോയിൻ്റ്, ആ സാധനം അങ്ങ് കിട്ടും. അത് കറക്റ്റ് കട്ട് ആൻഡ് കോപ്പി അടിച്ച് ഇതിലോട്ട് പേസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ തീരും. അത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ടാത്ത കാര്യങ്ങളെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കാം. ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാ അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾ തിരക്കുള്ളവരാണ്, നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇടണം, റീൽ ഇടണം, ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ തിരക്കുകൾ നിങ്ങൾക്കുണ്ട്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. തിരക്കിനുപരി സ്വന്തം മക്കളെ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സുകൂടെ നിങ്ങൾക്കൊക്കെ വേണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ ഡേറ്റിംഗ് ആപ്പ് നിരോധിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, കയറാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. ഈ ആപ്പിൽ കയറാണ്ട് തന്നെ നമ്മളുടെയൊക്കെ ഫോട്ടോസ് വെച്ച് പലരും ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി ഫേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നടക്കുന്ന സമയത്താണ് എൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ആരോടൊക്കെയോ ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ IP അഡ്രസ്സ് അല്ല, എൻ്റെ മുഖമല്ല, ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്തിട്ടില്ല. മനുഷ്യനോട് സത്യസന്ധമായി പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ചാറ്റ് ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. അപ്പോഴാണ് വേറൊരു ആപ്പിൽ വേറൊരു ID. അതുകൊണ്ട് അതിലൊന്നും വീഴാണ്ട് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു മുഖം കാണുമ്പോഴേക്ക് നേരെ കയറി വീഴുക, ചാറ്റ് ചെയ്യുക. അതും ഡേറ്റിംഗ് ആപ്പ്. എന്തൊക്കെയൊക്കെയാണ് ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക്. ഇനി മേ ബി ഇത് ഒരു മൈനർ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം അവർക്ക് അവരുടെ ഒരു ബെറ്റർ പാർട്ട്നേഴ്സിനെ കിട്ടാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഗേ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഞാൻ ഇതാണെന്ന് പുറത്ത് റിവീൽ ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കുള്ളൊരു സ്പേസാണ് ഇത് എന്നൊക്കെ പറയും. പക്ഷെ ആ സ്പേസിൽ ഇങ്ങനെ ചൂഷണം വരുമ്പോൾ ആണ് ഈ സ്പേസ് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരിക. ഉപയോഗിക്കേണ്ട സാധനം ഉപയോഗിക്കേണ്ട രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ആ 16 ചേട്ടന്മാരെ ഭാഗം നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ അയൽവാസികളും ഇപ്പോൾ പള്ളിയിൽ പോയിട്ടും അമ്പലത്തിൽ പോയിട്ടൊക്കെ ഇങ്ങനെ മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കണം ഇവന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്.